അപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു, ചാവേർ പോലെ മരിക്കുകയും ചെയ്തു. അവിടെ പാകിസ്ഥാന്റെ ഒരു പങ്കുണ്ടോ, ലഷ്കർ എ തൊയ്ബയുടെ പങ്കുണ്ടോ, പിന്നെ നമ്മുടെ ജയ്ഷെ മുഹമ്മദിന്റെ പങ്കുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി ഇനിയും കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ജമ്മു കാശ്മീരിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നടക്കേണ്ട അതിഭീകരമായ ഒരു പ്ലാനാണ് പൊളിച്ച് അടുക്കിയത്. പക്ഷെ അല്ലെങ്കിൽ അയോധ്യ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള വലിയ പ്ലാനാണ് വന്നത്. ആ പ്ലാൻ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോഴും ഈ ഒരു ഒമർ എന്ന് പറയുന്ന ഒരാളിനെ കൂടി പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഈ സ്ഫോടനം ഉണ്ടായി ആളുകൾ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ശക്തികൾ വെറുതെ ഇരിക്കില്ല. കാരണം അവർക്ക് മദ്രസകൾ വഴി, പള്ളികൾ വഴി, അല്ലെങ്കിൽ മറ്റ് NGO-കൾ വഴി ഒരുപാട് മധുര മനോഹരമായ പേരുകളിട്ടുള്ള NGOs തുടങ്ങി. ആ NGOസിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പണം കൊണ്ടുവന്ന് ആ പണം അവിടെ NGOയ്ക്ക് ഉപയോഗിക്കാതെ ആ പണം ഭീകരവാദത്തിന് കൊടുത്ത് ഭീകരവാദത്തിന്റെ താവളമാക്കി മാറ്റിയിരിക്കുന്ന പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും താവളങ്ങളെ പലവട്ടം നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉന്മൂലന നാശനം ചെയ്തുകൊണ്ടല്ലാതെ ഈ ഭീകരവാദത്തെ നമുക്ക് എതിർക്കാൻ കഴിയില്ല.